ഫോക്സ് വാഗൻ പുതിയ ടയറോൺ ഇറക്കിയപ്പോൾ നമ്മുടെ സ്കോഡ ഇവരുടെ കോഡിയാക്കിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വരുത്തണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ 2026 അപ്ഡേറ്റഡ് കോഡിയാക്കാണ് ഇവിടെ നിൽക്കുന്നത്. മെയിനായിട്ട് ഫീച്ചർ അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ലെവൽ 2 അഡാസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ വണ്ടി കാണാൻ അത്യാവശ്യം നല്ല രസമാണ്. അതായത് നമുക്ക് ഇതിനകത്ത് LED ലൈറ്റ്സ് കിട്ടുന്നുണ്ട്, സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് ആണ് വരുന്നത്, ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് അലോയ് വീൽസ് കാണാം. 235 18 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഇതിനകത്ത് ഒരു എയറോ ക്യാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ടോപ്പ് ഉണ്ട്, ലോറൻ ക്ലമന്റ് ആണ്. നമുക്ക് ഏറ്റവും താഴത്ത് വരുന്ന ലൗഞ്ച് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ആൻഡ് ഇതിന്റെ ഡോർസ്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോർ ഗാർഡ് വരും. അതുപോലെ തന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ കൊട, നമുക്ക് സ്ക്വാഡയുടെ ഒരു കൊടയും കിട്ടും ഇതിന്റെ കൂടെ. LED കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. ഈ വണ്ടി നമുക്കറിയാം 3 റോ ആണ്, 7 സീറ്റർ ആണ്. പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. 281 ലിറ്റേഴ്സ് ആണ് നമുക്ക് എല്ലാ റോസും അപ്പാണെങ്കിൽ കിട്ടുന്ന സ്പേസ്. ഇനി ഈ ബാക്കിലത്തെ നമ്മുടെ 3rd റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 800 ലിറ്റേഴ്സിന് അടുത്ത് കപ്പാസിറ്റി കിട്ടും. ഈ സീറ്റ്സ് നമുക്ക് 40-20-40 സ്പ്ലിറ്റ് ആണ് വരുന്നത്. ഇത് നമുക്ക് 50-50 സ്പ്ലിറ്റ് തന്നെയാണ് വരുന്നത്. ഇന്റീരിയറിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സും അതുപോലെ നല്ല പ്രീമിയം മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഡാഷ്ബോർഡിൽ തുടങ്ങുകയാണെങ്കിൽ ഇത് മൊത്തം സോഫ്റ്റ് ടച്ച് ആണ്. ഇവിടെ സോഫ്റ്റ് ടച്ച് ആണ്, ഇവിടെ മാത്രമാണ് ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ സാധനം വരെ സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആംബിയൻ ലൈറ്റ്സിൻ്റെ അകത്ത് ഇവിടെ അവൈലബിൾ ആണ്. 13 ഇഞ്ചിന്റെ സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ 360 ഡിഗ്രി ക്യാമറ കിട്ടുന്നുണ്ട്. ഫോട്ടോ പാർക്ക്, അതായത് സെൽഫ് പാർക്ക് ഉണ്ട്, അതൊക്കെ ഇതിനകത്ത് പണ്ട് പോലെ ഉള്ളതാണ്. പിന്നെ ക്യാമറയുടെ മോഡ്സ് നമുക്ക് ഇങ്ങനെ ഓരോ വ്യൂ സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഈ സംഭവം എടുക്കുകയാണെങ്കിൽ സീറ്റ്സ് ഡ്രൈവറിനും ഫ്രണ്ടിലത്തെ പാസഞ്ചർ സൈഡിലും വെന്റിലേഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് മൾട്ടിപ്പിൾ മോഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സീറ്റ്സിന്റെ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സിൽ നമുക്ക് 9 എയർ ബാഗ്സ് വരുന്നത്. നേരത്തെ പറഞ്ഞാൽ ലെവൽ 2 അഡാസ് ആണ് ഈ വാഹനത്തിന്റെ ഒരു മെയിൻ എക്സ്ട്രാ അഡ്വാൻറ്റേജ് വരുന്നത്. നമുക്കിവിടെ 2 ഡാഷ്ബോർഡ് സ്റ്റോറേജ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് ഇവിടെ ഉണ്ട്, വേറൊരു എക്സ്ട്രാ കമ്പാർട്ട്മെന്റ് ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ 3 സോൺ AC കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. AC മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഞെക്കി കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ, അതായത് സീറ്റ് വെന്റിലേഷൻ, സീറ്റ് ഹീറ്റിംഗ്, പിന്നെ നമ്മുടെ ബാക്കി ഇവിടെയാണെങ്കിൽ നമുക്ക് മോഡ്സ്, വോളിയം, ബാക്കി സാധനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെന്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ കപ്പ് ഹോൾഡേഴ്സ് ആക്കി. ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ വയർലെസ് ചാർജറിന്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ചാർജിങ് സോക്കറ്റ്സ് വേറെ ഉണ്ട്. എഞ്ചിൻ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് 2 ലിറ്റർ ആണ് കിട്ടുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സെയിം പവർ ഓപ്ഷൻസ് തന്നെയാണ്. നമുക്ക് വരുന്ന 204 ഹോഴ്സ് പവറും അതുപോലെ 320 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണെന്ന് തോന്നുന്നു. DQ 381 ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ നമുക്ക് സീറ്റ്സിൻ്റെ അകത്ത് ഇത് നമുക്ക് വരുന്നത് 12 ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ ഇത് തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 13 സ്പീക്കർ കാൻറ്റന്റെ ഓഡിയോ സിസ്റ്റം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ടച്ച് ബേസ്ഡ് ആണ് ഇതിന്റെ കൺട്രോൾസ് എല്ലാം. നമ്മുടെ സൺറൂഫിന്റെ വരുന്നത് ഈ ലൈറ്റ്സും ടച്ച് ബേസ്ഡ് ആണ്. അഗൈൻ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ഒരു പാനോറാമിക് സൺറൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ക്ലസ്റ്റർ നമുക്ക് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. മോഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 10 ഇഞ്ചാണ് ഇതിന്റെ സൈസ് ഉള്ളത്. ബാക്കിലത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. 3 സോൺ AC ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. സോ നമുക്ക് ബാക്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പവർ ചാർജിങ് സോക്കറ്റ്സ് ഒക്കെയാണ് വരുന്നത്. സ്പേസ് ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് റിക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സീറ്റ്സ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാം. അങ്ങനെ 3rd റോ ആക്സസ് ചെയ്യണമെങ്കിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്കോഡയുടെ പുതിയ നെട്ടൂരുള്ള ഷോറൂമിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി.